ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ അഖിൽമാരാർ ഇലക്ഷന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് കണക്കുണ്ട് ഈ ഷിയാസിൻ്റെ അടുത്ത് അഖിൽമാരാറിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് ഷിയാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഖിൽമാരാറിനെ അറിയത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. ഈ കാര്യമുണ്ട് ഈ ആൾക്കാർ അഖിൽമാരാറിൻ്റെ അടുത്ത് ചോദിച്ച സമയത്താണ് പറഞ്ഞത്, പണ്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്തുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചവനാണ്, എന്നിട്ടാണ് ഇപ്പോൾ എന്നെ അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പണ്ടുണ്ടെങ്കിൽ ഇത് കണക്ക് ഈ ഷിയാസിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ വിദേശത്തുണ്ടെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് വേണ്ടാത്ത പല രീതിയിലുള്ള ബിസിനസ്സാണ്. അതിൻ്റെ ഒരു ഇനാഗുറേഷന് വേണ്ടിയൊക്കെ എന്നെ വിളിച്ച് ഞാൻ പോയില്ല, അതിനെ തുടർന്നാണ് ഇതേകണക്കുള്ള പ്രശ്നമെന്നാണ് ഇതേകണക്ക് അഖിൽമാരാർ പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഇതേകണക്ക് അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ അമ്മയുണ്ടെങ്കിൽ അവൻ നോക്കുന്നില്ല, വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഈ ഷിയാസ് പിന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഉമ്മയെ അടുത്തുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പമില്ല, ഞങ്ങളൊക്കെ നല്ലോണം തന്നെയാണ് ഇരിക്കുന്നത്, ഓരോരുത്തർ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ട് അന്ന് ഷിയാസ് വീഡിയോ ഇട്ടിരുന്നത്. എന്തായിരുന്നാലും അതിന് ശേഷം ഉണ്ടെങ്കിൽ പിന്നെ ഈ സമയത്തുണ്ടെങ്കിൽ ഇത് കണക്ക് അഖിൽമാരാർ പറയുന്നുണ്ട് അവൻ്റെ ഉമ്മയൊന്നും നോക്കുന്നില്ല, അതൊക്കെ ചുമ്മാ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായിരുന്നാലും ഇവർ തമ്മിലുള്ള പ്രശ്നം ഭയങ്കരമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. എന്തുവാണ് യഥാർത്ഥ റീസൺ എന്ന് അറിയത്തില്ല. എന്തായിരുന്നാലും ചുമ്മാ ഇതേ കണക്കത്തുള്ള ഒരാൾ എന്തെങ്കിലും പറയാൻ അടുത്തത് അതിനെ പറ്റിയുള്ള മറുപടിയോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്.